ഫോർട്ട് കൊച്ചി തീരത്ത് കൂടെ നടക്കുമ്പോഴാണ് പെട്ടെന്നൊരു विळी. अरे इकडे बघा मॅम, बघता बघता पैसा नाही बघा. चकली ससोऱ्या बघा, चकली पण होते, शेव पण होते, मोदक पण होते बघा मॅम. हो आई, अरे इकडे बघा ना, मशीन बघा, જોઈ લો. चकरी પાડવાનું મશીન લેવું છે. ചക്രി ഷേവ് ഗാട്ടിയ. മുറുക്കിന്റെയും ഇടിയപ്പത്തിന്റെയുമൊക്കെ അച്ച് വിൽപ്പനക്കാരനായ വാസിം അക്രമിന്റെ വിളിയാണ്. സാധനം വേണമെന്ന് മലയാളത്തിൽ അദ്ദേഹം ചോദിക്കുന്നു. മലയാളത്തിലായതുകൊണ്ട് തന്നെ വലിയ താല്പര്യമില്ലാതെ മുന്നോട്ട് നീങ്ങി. എന്നാൽ തൊട്ടടുത്ത് നിന്ന ഫ്രഞ്ച് ടൂറിസ്റ്റുകളെ വാസിം അക്രം അഭിസംബോധന ചെയ്തത് ഫ്രഞ്ച് ഭാഷയിലായിരുന്നു. അങ്ങനെ ഇദ്ദേഹത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ആരംഭിച്ചു. ആള് ചില്ലറക്കാരനല്ല, സാക്ഷാൽ സുഹാസിനി മണിരത്നത്തെ പോലും വിസ്മയിപ്പിച്ച ഭാഷയായി കൈകാര്യം ചെയ്യൽ ഇദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത തന്നെയാണ്. 7 ഭാഷകളോളം വാസിം അക്രം സംസാരിക്കും. അതിൽ ഇംഗ്ലീഷും പെടും. ബട്ട് പ്രാദേശിക ഭാഷകൾ വേറെയും. എത്ര വർഷം ഇവിടെ? ഇവിടെ 16 വർഷം. ഏതൊക്കെ ഭാഷ അറിയാം? മലയാളം, മലയാളം, തമിഴ്, തെലുഗു, കർണാടക, ഗുജറാത്തി, മറാഠി, ബംഗാളി, പിന്നെ കച്ചവടത്തിലെ ഇംഗ്ലീഷൊക്കെ അറിയാം. അപ്പോൾ ഇംഗ്ലീഷ് എല്ലാവർക്കും അറിയാം. ഇംഗ്ലീഷ്, പിന്നെ ഫ്രഞ്ച്. ഫ്രഞ്ചിലെങ്ങനെയാ? ആൾക്കാർ വന്നല്ലേ, ടൂറിസ്റ്റുമാരെ വന്നപ്പോൾ സംസാരിക്കും. ഫ്രഞ്ച്, ഇറ്റലി, ജർമ്മൻ, അറബിക് ഉണ്ട്. അറബി ഉണ്ടാവും. കേട്ട് പഠിച്ച്. സ്കൂളിൽ പോയില്ലല്ലോ. സ്കൂളിൽ പോയ ജാർഖണ്ഡില്ല, ഇവിടെ ഇല്ല. 12 ക്ലാസ് പഠിച്ച് സ്റ്റോപ്പ് ആയപ്പോൾ ഇവിടെ വന്നു. ഇവിടെ 2007 ഇവിടെ വന്ന ഫോട്ടോ അപ്പോൾ അതിന് കച്ചവടം ചെയ്യണം. അപ്പോൾ ആൾക്കാർക്ക് വന്ന് നോക്കി ആരാണ് തമിഴ്. അപ്പോൾ തമിഴ് പറഞ്ഞപ്പോൾ ഞാൻ കേട്ടിട്ട് പഠിച്ച്. ഫ്രഞ്ച് ആണെങ്കിൽ ഫ്രഞ്ച് കേട്ടിട്ട് പഠിച്ച്. അങ്ങനെ കച്ചവടം കാര്യമില്ല. ഏതാ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായ പഠിക്കാൻ വേണ്ടിയിട്ട്? അങ്ങനെ ഒന്നുമില്ല, ബുദ്ധിമുട്ടില്ല. അല്ല, ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഭാഷകളാണല്ലോ സംസാരിക്കണേ, കച്ചവടം ചെയ്യണൊക്കെ. കച്ചവടം എനിക്ക് ഏത് നമ്മുടെ കച്ചവടത്തിൽ ഏത് ലാംഗ്വേജ് വന്നാൽ, ഏത് നാട്ടുകാർ വന്നാൽ കച്ചവടം ചെയ്യും. എന്നെക്കാളും നന്നായിട്ട് മലയാളം പറയണല്ലോ. ഏത് ലാംഗ്വേജ് ആണ്, മലയാളം മാത്രമല്ല, ഇന്ത്യയിലെ എത്ര ലാംഗ്വേജ് അറിയാം? കുറേ ലാംഗ്വേജ് ഉണ്ട്. പഞ്ചാബി ഉണ്ട്, ഗുജറാത്തി ഉണ്ട്, മറാഠി ഉണ്ട്, പിന്നെ സൗത്തിൻ്റെ കർണാടക, തെലുഗു, തമിഴ്, എല്ലാം അറിയാം. അല്ല, ഇപ്പോൾ ഈ സുഹാസിനി മാമാണല്ലോ. സുഹാസിനി ഇവിടെ വന്ന, പക്ഷെ എനിക്കറിയില്ലല്ലോ സുഹാസിനി ആരാണ് എനിക്കറിയില്ല. ഞാൻ സിനിമ അത്ര നോക്കില്ല. അപ്പം നമ്മുടെ ബേക്കിലുണ്ട് ഇവിടെ നിൽക്കണ 3 ചേച്ചിമാരുണ്ട്, ഒരു സുഹാസിനി മാഡം ഉണ്ട്, പിന്നെ ഒരു അമ്മായി ബേക്കിലുണ്ട്. അപ്പം എനിക്കറിയില്ല. ഇവിടെ വിളിച്ചപ്പോൾ ഇവിടെ വന്നപ്പോൾ സംസാരിച്ചപ്പോൾ എനിക്കറിയാൻ പറ്റിയതാണ് സുഹാസിനി. അപ്പം മാം ചോദിച്ച് എത്ര ലാംഗ്വേജ് അറിയാം? ഫസ്റ്റ് ഞാൻ വിളിച്ച് തമിഴ് വിളിച്ചപ്പോൾ ആള് കേട്ടിട്ടില്ല മാഡം. പിന്നെ ഇംഗ്ലീഷ് സംസാരിച്ചതാണ് അവിടെ. അപ്പം ഞാൻ ഇംഗ്ലീഷ് വിളിക്കാം. പിന്നെ ഫ്രഞ്ച് സംസാരിക്കാനാണ്. ഫ്രഞ്ചിൽ വിളിച്ചപ്പോൾ ഓടി വന്നപ്പോൾ ചോദിച്ചാൽ ഹൗ മെനി ലാംഗ്വേജ് യു നോ ദാറ്റ്? അപ്പം ഐ നോ ദാറ്റ് മാം സോ മെനി ലാംഗ്വേജ്. അപ്പം തന്നെ ലാംഗ്വേജ് സംസാരിക്കും. ലാംഗ്വേജ് സംസാരിച്ചപ്പോൾ ഇത് ഈ കച്ചവടം ഇപ്പം എത്ര? ഈ കച്ചവടമൊക്കെ എനിക്ക് 15 വർഷമായി. 15 വർഷം. ഇപ്പോൾ ഒരു ദിവസം ഇങ്ങനെ കച്ചവടം നല്ല ഇല്ല, അങ്ങനെയല്ല. കിട്ടിയ ഭാഗ്യം, ഇല്ലാത്തില്ല. ടൂറിസ്റ്റ് വന്നപ്പോൾ കച്ചവടം കിട്ടും, ടൂറിസ്റ്റ് ഇല്ലാത്ത കച്ചവടം ഇല്ല. ഫോട്ടോ വെച്ചില്ല എങ്ങനെ കച്ചവടം? ഇത് മാർക്കറ്റ് പോലില്ലല്ലോ. ഇവിടെ ആൾക്കാരെ വന്നാൽ, ടൂറിസ്റ്റ് വന്നപ്പോൾ കച്ചവടം കിട്ടും. ഇപ്പോൾ ഓഫ് സീസൺ ആണ്, ഇപ്പം അത്ര കച്ചവടം കിട്ടൂല. കിട്ടിയ അൽഹംദുലില്ലാ, ഇല്ലാത്ത നോ പ്രോബ്ലം. ഇവിടുത്തെ സീസൺ കഴിഞ്ഞപ്പോൾ നാം പോകും. സീസൺ ഓഫ് ഇപ്പം ജൂൺ ജൂലൈ ടൈമിൽ മഴ അടിച്ച സമയത്ത് കച്ചവടം കിട്ടൂല. ആ സമയത്ത് നാം വീട്ടിൽ പോകും. ബാക്കി ടൈം ഇവിടെ ഉണ്ട്. അതൊരു ഇവിടെ ഉണ്ട്. അല്ല, ഈ പറഞ്ഞ ഇപ്പൊ പഠിക്കാന്ന് പറഞ്ഞല്ലോ ഓരോ ഭാഷ. അപ്പൊ സിനിമയൊക്കെ കാണുമ്പോ എങ്ങനെയാ? പല ഭാഷയുടെ സിനിമകളാണോ? പാട്ടുകൾ കേൾക്കോ? വീഡിയോസ്? അങ്ങനെ ഞാൻ ഒന്നും കേൾക്കൂല. ഞാൻ സിനിമ നോക്കൂല, പാട്ടും കേൾക്കൂല. പക്ഷെ ഇവിടെ വന്നാലേ ഓൾഡ് ലാംഗ്വേജ് കേട്ടാൻ പറ്റും. എത്ര നാട്ടുകാർ ഇവിടെ പറയാ, ഇവിടെ വരും സംസാരിക്കപ്പം പഠിച്ച്, വേറെ ഒന്നുമില്ല. ആദ്യം ഫസ്റ്റ് നമ്മുടെ ഹിന്ദി, പിന്നെ കേരള വന്നപ്പോൾ മലയാളം പഠിച്ചു. മലയാളം പഠിച്ചപ്പോൾ തമിഴ് മലയാളം കുറച്ച് വ്യത്യാസമല്ലേ, കുറച്ച്. അപ്പോൾ തെലുഗു ഇപ്പം ജർമ്മൻ, പിന്നെ ഗുജറാത്തി, മറാഠി എല്ലാം നമുക്ക് മൈൻഡ് ശരിക്ക് നല്ല സ്ട്രോങ് മൈൻഡ് ആണെങ്കിൽ എല്ലാം പഠിക്കാൻ പറ്റും.
പക്ഷേ എനിക്ക് ആഗ്രഹം വേണം, ഇത് വേണം എനിക്ക്. ആ ചിലപ്പോൾ ഈ മുറുക്ക് മെഷീൻ വാങ്ങണം, അപ്പം വാങ്ങണപ്പോൾ കിട്ടും, ആ കാശുണ്ടപ്പോൾ 60 റുപ്യ ഉണ്ടപ്പോൾ 40 രൂപ കൊടുത്തപ്പോൾ ആൾക്ക് എടുക്കാൻ പറ്റും. പക്ഷെ വാങ്ങാനില്ലാത്ത പിന്നെ വെറുതെ കളിയാക്കാനും പോകും. അപ്പോൾ എനിക്ക് ആഗ്രഹമുണ്ട് എല്ലാ ലാംഗ്വേജ് എനിക്ക് പഠിക്കണം, ആ അതാണ്, വേറെ ഒന്നുമില്ല. അപ്പോൾ ആള് വന്നപ്പോൾ പഠിച്ച് സംസാരിക്കും. ആദ്യം ആരെ ശ്രദ്ധിക്കണേ ഇങ്ങനെ ഇത്രയും ഭാഷകൾ സംസാരിക്കുന്നപ്പോ? ശരിക്കും പലരും ശ്രദ്ധിക്കുമല്ലോ, ഈ ഇങ്ങനെ മാഡം എന്ന് വിളിക്കുന്നു അല്ലെങ്കിൽ ഫ്രണ്ട്സില് വിളിക്കുന്നു അങ്ങനെയൊക്കെ പറയുമ്പോ. ഇല്ല, കുറേ ആള് കണ്ട്, കുറേ ആൾക്ക് അറിയാം ഇവിടെ, ആൾക്ക് എത്ര ലാംഗ്വേജ് അറിയാം. ഗൈഡുമാർക്ക് ഇവിടെ ഗൈഡ് വന്നപ്പോൾ ഗൈഡുമാർക്ക് അറിയാം. പക്ഷെ മാഡം വന്നപ്പോൾ മാഡം വീഡിയോ പിടിച്ചിട്ട് കൊടുത്ത്, വേറെ ഒന്നുമില്ല. വേറെ ആരും വീഡിയോ എടുത്തിട്ടില്ലായിരുന്നു? കുറേ പേര് എടുത്ത്, നമ്മുടെ മൊബൈലിൽ പിടിച്ച് വീഡിയോ, പിന്നെ മാഡം ക്യാമറയിൽ പിടിച്ച്, വേറെ ആരും പിടിച്ചിട്ടില്ല. മാഡം ചോദിച്ചു 2-3 ഇവിടെ നമ്മുടെ കൂട്ടുകാർ, മാഡം 1 സെൽഫി, അതാണ് വീഡിയോ, നോ താങ്ക്സ്. വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് വീഡിയോ വൈറലായല്ലോ. വൈറലായ എനിക്കറിയില്ല, ആയിട്ടില്ല, മലയാളം ന്യൂസ് നോക്കില്ലല്ലോ, പിന്നെ എനിക്ക് എങ്ങനെ അറിയാം വൈറലായ വൈറൽ ഇല്ലാത്ത. വേറെ ആൾ എനിക്ക് കൊടുത്ത് ഇന്ന നിന്റെ വീഡിയോനാ നോക്കിക്കോ, എനിക്കറിയില്ല. പിന്നെ എനിക്ക് മനസ്സിലായി, ഓരോ കൂട്ടുകാർ പറഞ്ഞടാ നിന്റെ വീഡിയോ വൈറലായ. കൊറേ പേര് വന്നിട്ടുണ്ടോ കാണാനും? കുറെ പേര്, രാവിലത്തെ ഇപ്പൊ 10 പേരുണ്ട്. വസീം അക്രം നമ്മുടെ വസീം അക്രമാണ്. നമ്മുടെ പേര് ശരിക്കും മുഹമ്മദ് അക്രമാണ്, പക്ഷെ നമ്മുടെ ഫേസ്ബുക്ക് ID വസീം അക്രം. അതാണ് വസീം അക്രം ചോദിച്ചു, വസീം അക്രം. ഓക്കെ, അങ്ങനെ പറഞ്ഞു പോയി. ഓക്കെ, താങ്ക് യു.